കഥ ആരംഭിക്കുന്നത് ആഫ്രിക്കൻ കാടുകളിലാണ്. ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട രണ്ട് ഓഫീസേഴ്സ് ഗാബിയും വിൻസ്റ്റനും അന്ന് തങ്ങളുടെ ബോട്ടിൽ അവിടെ പട്രോളിംഗിലായിരുന്നു. അവിടെ ഒരു ദ്വീപിന്റെ ഭാഗം എത്തിയപ്പോ അവിടം നിരീക്ഷിക്കാൻ വേണ്ടി ഗാബി തന്റെ ഡ്രോൺ പറത്തി. പക്ഷേ ആ കാടിനുള്ളിലുണ്ടായിരുന്ന ഒരു പയ്യൻ ഡ്രോൺ കണ്ട് അതിനെ താഴെ വീഴ്ത്തി. ഗാബി ആ യുവാവിനെ കണ്ടിരുന്നു. പരമ്പരാഗത ഗോത്രവർഗ വേഷമായിരുന്നു അവൻ ധരിച്ചിരുന്നത്. അവിടുത്തെ ലോക്കലായിരിക്കും, ടെക്നോളജി അറിവുണ്ടാവില്ല, അങ്ങനെ അത് എറിഞ്ഞു വീഴ്ത്തിയതായിരിക്കും എന്നായിരുന്നു ഗാബി ചിന്തിച്ചത്. അത് വീണ്ടെടുക്കാൻ ബോട്ട് ആ തീരത്തോടടുപ്പിച്ച് ഗാബി അകത്തേക്ക് നടന്നു. അതെടുത്ത് തിരികെ വന്ന് വിൻസ്റ്റന്റെ അടുക്കൽ ജോയിൻ ചെയ്തോളാം എന്ന് ഗാബി പറഞ്ഞിരുന്നു. ഇതേ സമയം കാടിന്റെ ആ ഒരു ഭാഗത്ത് ആ കാട്ടിൽ താമസിക്കുന്ന രണ്ട് പരമ്പരാഗത വേഷധാരികളായ മനുഷ്യർ വേട്ടയ്ക്കായുള്ള കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. ഒരിടത്തേക്കെത്തിയപ്പോ അവിടെ വായുവിൽ ചില കണങ്ങൾ പറന്നു നടക്കുന്നുണ്ട്. അവർ മുഖം മൂടി കെട്ടി. അവിടെയാണ് എയർബോൺ ഫംഗസ് ഉള്ളത്. അത് വളരെയധികം ആപത്തേറിയതാണ്. അതിനെപ്പറ്റി അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അവിടെത്തി കുറച്ച് ഭക്ഷണം, കുറച്ച് മഷ്റൂം പോലുള്ള ഒന്ന് കരസ്ഥമാക്കി കഴിച്ച ശേഷം അവർ അവിടെ നിന്ന് തിരികെ നടന്നു. കാടിനുള്ളിലൂടെ മുമ്പോട്ടേക്ക് നടന്ന ഗാബി പെട്ടെന്നാണ് കാടിനുള്ളിൽ ചില അനക്കങ്ങൾ കണ്ടത്. ഭയന്ന് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറി നടക്കാൻ തുടങ്ങി. ആ ശ്രമത്തിനിടയിൽ അവളുടെ കാൽ ഒരു കെണിയിലകപ്പെട്ടു. കാലിലൂടെ കെണി തുളഞ്ഞു കയറി. വേദന കൊണ്ട് ഗാബി പൊളഞ്ഞിരുന്നു. ഗാബി വിൻസനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചെങ്കിലും വിൻസനെ കണക്ട് ചെയ്ത് കിട്ടിയില്ല. അതോടെ ഒരു തരത്തിൽ കാലിൽ കയറിയ കെണി ഊരിമാറ്റി വേദന സഹിച്ചവൾ മുമ്പോട്ടേക്ക് നടന്നു. മുമ്പിലേക്ക് പോകുമ്പോ അവിടെ ഒരു വീട് കണ്ടു. സമയം രാത്രിയായി കഴിഞ്ഞിരുന്നു. അന്തരീക്ഷം മുഴുവൻ ചുവന്ന തരത്തിൽ എന്തൊക്കെയോ കാണപ്പെടുന്നു. അവൾ ആ വീടിനകത്തേക്ക് കയറി. അത്ര നേരമായും ഗാബിയെ കാണാതായതോടെ ഗാബി അന്വേഷിച്ച് വിൻസെന്റ് കാടിനുള്ളിലേക്ക് കയറി. ടോർച്ചടിച്ച് അവിടെ തിരഞ്ഞു നടക്കാൻ ആരംഭിച്ചു. പെട്ടെന്നൊരനക്കം. അവൻ വല്ലാതെ ഭയപ്പെട്ടു. മരത്തിനു പിന്നിലായി വിചിത്രമായ ഒരു ജീവി. അവനൊരു മരത്തിന് പിന്നിൽ ഒളിക്കാൻ ശ്രമിച്ചു. മരത്തിന്റെ വേരുകൾ വളർന്നു വന്ന് അവനിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഫംഗസ് ബാധിച്ച് വിചിത്ര രൂപം പൂണ്ട ഒരു മനുഷ്യൻ, ഒരു ജീവി വിൻസനടുക്കലേക്ക് പാഞ്ഞെടുത്തു. ഇതേസമയം കാടിനുള്ളിൽ ആ വീട്ടിനുള്ളിൽ കയറിപ്പറ്റിയ ഗാബി മയങ്ങുകയായിരുന്നു. മയക്കത്തിൽ അവൾ ചില ദുസ്വപ്നങ്ങൾ കണ്ടു. അവളുടെ ശരീരം മുഴുവൻ കൂണുകൾ പോലെ ചിലത് വളർന്നു വരുന്നു. പിന്നാലെയാണ് ആ വീടിനകത്തേക്ക് അവിടുത്തെ ലോക്കൽസായി രണ്ടുപേർ കടന്നു വന്നത്. നേരത്തെ ഭക്ഷണം തേടിക്കൊണ്ടിരുന്ന അതേ രണ്ടുപേർ തന്നെ. അവർ വീടിനകത്ത് ഗാബിയെ കണ്ട് ഗാബിയെ ആക്രമിച്ചില്ല. മറിച്ച് അതിലെ മുതിർന്ന വ്യക്തി, അച്ഛൻ, ഗാബിക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ ചെയ്തു. ബാരൻ എന്നായിരുന്നു ആ അച്ഛന്റെ പേര്. കൂടെ അയാളുടെ മകൻ സ്റ്റെഫാനുണ്ട്. സ്റ്റെഫാൻ ജനിച്ചപ്പോൾ മുതൽ ആ കാടിനുള്ളിലാണുള്ളത്. ഇതുവരെ അവൻ പുറം ലോകം കണ്ടിട്ടില്ല. അവന് മറ്റ് സുഹൃത്തുക്കളുമില്ല. ആദ്യമായി ഒരു സ്ത്രീയെ പോലും അവൻ കാണുന്നത് ഗാബിയെയായിരുന്നു. സ്റ്റെഫാനുമായി ഒരു ബോണ്ടുള്ള പോലെ ഗാബിക്ക് ഫീൽ ചെയ്തു. പുറത്തുള്ള സിറ്റിയെ പറ്റിയും അവിടുത്തെ ജീവിതത്തെ പറ്റിയുമൊക്കെ ഗാബി സ്റ്റെഫാനുമായി സംസാരിച്ചു. അടുത്ത ദിവസം ബാരൻ ഒരു ട്രഡീഷണൽ മെഡിസിൻ ഉണ്ടാക്കി. പെട്ടെന്ന് മുറിവുണക്കുന്ന ഒരു മരുന്നാണ്. അത് ഗാബിയുടെ മുറിവിൽ വെച്ചു. നഗ്നയായിട്ടാണ് ഗാബി കിടക്കുന്നത്. ശരീരത്തിന് മുകളിൽ നഗ്നത മറയ്ക്കുവാൻ ഒരു ചാക്ക് പോലൊന്നിട്ടിട്ടുണ്ട്. അതിനിടയിലൂടെ ഗാബിയുടെ നഗ്നത സ്റ്റെഫാൻ കണ്ടു. അവന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു അത്. അവന് വല്ലാത്തൊരു അനുഭൂതി തോന്നി. അന്നും സ്വപ്നം കണ്ട് ഗാബി എഴുന്നേറ്റു. അവളുടെ ശരീരത്തിൽ വല്ലാത്ത തരം കൂണുകൾ മുളയ്ക്കുന്ന പോലായിരുന്നു അവൾ സ്വപ്നം കണ്ടത്. എന്താ ഇതെന്നൊക്കെ അവൾക്ക് മനസ്സിലായില്ല. തന്റെ റേഡിയോ എടുത്ത് വിൻസനെ കണക്ട് ചെയ്യാൻ അവൾ ശ്രമിച്ചു. പക്ഷെ ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല. സ്റ്റെഫാനും ബാരനും പുറത്തുപോയിരുന്നു. അവർ വേട്ടയാടുകയാണ്. ഇതേ സമയം പുറത്തുള്ള ആർക്കെങ്കിലും ഒരു സിഗ്നൽ കിട്ടട്ടെ എന്ന് കരുതി അവൾ അവിടെ തീ കത്തിച്ചു. ആ സമയമാണ് ഫ്ലോർ ബോർഡിനകത്ത് ബേസ്മെന്റ് പോലൊരു ഭാഗം അവൾ കാണുന്നത്. അതിനുള്ളിൽ കുറെ വസ്തുക്കൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ ഫോട്ടോയുമുണ്ട്. അവൾ ആ ഫോട്ടോ എടുത്തത് നോക്കുന്നതിന് മുമ്പേ ബാരൻ തിരികെ എത്തി. അവളിട്ട് തീ കണ്ടെത്തിയതായിരുന്നു ബാരൻ. അങ്ങനെ തീയിട്ടതിന്റെ പേരിൽ ബാരൻ അവളെ വഴക്ക് പറഞ്ഞു. അത് അപകടമാണെന്ന് കൂട്ടിച്ചേർത്തു. എനിക്ക് വീട്ടിലേക്ക് പോകണം, തിരികെ പോകണം എന്ന് ഗാബി പറഞ്ഞു. വേണ്ട കാര്യങ്ങൾ ചെയ്യാം, നാളെ ഞാൻ തന്നെ നിന്നെ സഹായിക്കാം എന്നായിരുന്നു ബാരന്റെ മറുപടി. അന്ന് രാത്രിയിൽ ബാരനടുക്കൽ താൻ കണ്ട ഫോട്ടോയിലെ ലേഡിയെ പറ്റിയും അവരെങ്ങനെ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്നതിനെ പറ്റിയുമൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഗാബി ചോദിച്ചു. ബാരൻ പറഞ്ഞു, ഞാൻ മുമ്പ് നിങ്ങളുടെ നഗരത്തിൽ തന്നെയായിരുന്നു താമസിച്ചത്. ഞാനൊരു പ്ലാന്റ് പാത്തോളജിസ്റ്റ് ആയിരുന്നു. നീ കണ്ട ഫോട്ടോ എന്റെ ഭാര്യയുടേതാണ്, സ്റ്റെഫാന്റെ അമ്മ. 13 വർഷം മുമ്പ് ബോൺ ക്യാൻസർ വന്നവൾ ലോകത്തോട് വിട പറഞ്ഞു. അന്ന് ചികിത്സാ സമയത്ത് അവൾ രക്ഷപ്പെടില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ആ സമയം അവളാ പറഞ്ഞത്, ഈ ഐലൻഡിൽ വന്ന്
താമസിക്കാമെന്ന്, ഈ കാടിനുള്ളിൽ നിൽക്കാമെന്ന്. റിസർച്ചിന്റെ സമയത്ത് ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ താമസം തുടങ്ങി. അതിനിടയിൽ ഈ കാടിനുള്ളിൽ വെച്ച് ഞാൻ ദൈവത്തെ കണ്ടു. ബാരന്റെ ആ വാക്കുകൾ ഗാബിയെ വല്ലാതെ ചിന്തിപ്പിച്ചിരുന്നു. ബാരൻ എന്തൊക്കെയാ പറയുന്നത് എന്ന് ഗാബിക്ക് മനസ്സിലായതേയില്ല. ഇവിടെ താമസിച്ച കാലയളവിൽ തനിക്കൊരുപാട് അറിവ് കിട്ടിയെന്നും പെട്ടെന്ന് മുറിവുണക്കുന്നതും രോഗം മാറ്റുന്നതുമായ മരുന്നുകളുടെ അടക്കം വിവരങ്ങൾ തനിക്ക് കിട്ടിയെന്നും ബാരൻ പറഞ്ഞു. അത് ശരിയായിരുന്നു. ഗാബിയുടെ കാലിലെ ആ വലിയ മുറിവ് ഒറ്റ ദിവസം കൊണ്ടുണങ്ങിയിരുന്നു. അന്ന് രാത്രിയിൽ ഗാബി ഉറങ്ങുമ്പോ പെട്ടെന്നൊരാൾ അവളുടെ വാപൊത്തി മിണ്ടരുതെന്ന് പറഞ്ഞു. നോക്കുമ്പോ അത് ബാരനാണ്. അമ്പും വില്ലുമെടുത്ത് സ്റ്റെഫാൻ തയ്യാറായി നിൽക്കുന്നു. പുറത്തേതോ ഒരു ജീവി അവിടെ ആക്രമിക്കാൻ എത്തിയിട്ടുണ്ട്. പിന്നാലെയാണ് അങ്ങോട്ടേക്ക് ആ ജീവി കടന്നു വന്നത്. ഫംഗസ് ഇൻഫെക്ഷൻ ബാധിച്ച സോംബിയായി മാറിയ ഒരു മനുഷ്യനായിരുന്നു അത്. അങ്ങനെ രോഗം ബാധിക്കുന്നവർക്ക് കാഴ്ചയുണ്ടാകില്ല. കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് അവർ മൂവ് ചെയ്യുന്നതും മറ്റും. സ്റ്റെഫാൻ ആ സോംബിയെ കൊല്ലുന്നതിനിടയിൽ അതിന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ച രക്തം ഗാബിയുടെ ദേഹത്ത് വീണിരുന്നു. ബാരൻ വേഗം ആ രക്തമൊക്കെ കഴുകാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഫംഗസ് അവളുടെ ദേഹത്തേക്കും കയറും. പിന്നാലെ ആ സോംബിയെ പറ്റിയും പേടിപ്പെടുത്തുന്ന ആ അനുഭവത്തിന് പിന്നിലുള്ള കാര്യങ്ങളെപ്പറ്റിയും ബാരൻ വിശദീകരിച്ചു. പ്രീ ഹിസ്റ്റോറിക് സ്പോർട്സിൽ നിന്നുമാണ് ആ ഫംഗസുകൾ ഉരുത്തിരിഞ്ഞു വന്നത്. മനുഷ്യർക്ക് മുമ്പ് ഈ കാടിനുള്ളിൽ നിക്ഷേപിക്കപ്പെട്ടവയാണത്. ആ ഫംഗസ് ശ്വസിച്ചാൽ ആ ഫംഗസ് മനുഷ്യന്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ വളരാൻ തുടങ്ങും. ശരീരത്തിൽ നിന്ന് തന്നെ അതിനെ കഴിക്കാൻ വേണ്ടത് കിട്ടും. ഒടുവിൽ അത് കാഴ്ചയില്ലാതാക്കും. മൈൻഡിൽ കടന്നുകൂടി മൈൻഡിനെ നിയന്ത്രിച്ച് മനുഷ്യനെ അതൊരു സോംബിയാക്കി മാറ്റും. അടുത്ത ദിവസം ബാരൻ പുറത്ത് വേട്ടയ്ക്കായി പോയി. ഗാബിയും സ്റ്റെഫാനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. തന്റെ ഫോൺ എടുത്ത് പുറം ലോകത്തെ പറ്റിയുള്ള കാഴ്ചകൾ സ്റ്റെഫാനെ ഗാബി കാണിച്ചുകൊണ്ടിരുന്നു. സ്റ്റെഫാൻ അതൊക്കെ കണ്ട് വല്ലാതെ ക്യൂരിയസ് ആയി. കൂടുതൽ അറിയാൻ താല്പര്യപ്പെട്ടു. സ്റ്റെഫാനും ഗാബിയും തമ്മിൽ ഒരു ബോണ്ടിങ്ങും സ്നേഹവും ഒക്കെ അവിടെ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് ബാരൻ കയറി വന്നത്. സ്റ്റെഫാൻ ഫോൺ നോക്കുന്ന കണ്ടതും ദേഷ്യം വന്ന അയാൾ ആ ഫോൺ പിടിച്ചു വാങ്ങി അത് നിലത്ത് വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു. പിന്നാലെ സ്റ്റെഫാനെയും കൂട്ടിക്കൊണ്ട് അയാൾ പുറത്തേക്ക് വന്നു. ഫംഗസ് പടരുന്ന ആ പ്രദേശത്തിന് മറുവശത്തേക്ക് സ്റ്റെഫാനെയും കൂട്ടി അയാൾ പോയി. പുറം ലോകത്തെ പറ്റിയും ടെക്നോളജിയെ പറ്റിയും ഒക്കെ സ്റ്റെഫാൻ അറിയുന്നത് അവന് നല്ലതല്ല എന്നായിരുന്നു ബാരൻ വിശ്വസിച്ചിരുന്നത്. പുറം ലോകം ക്രൂരമായതാണ് എന്നാണ് അയാളുടെ പക്ഷം. അവിടെ ഒരു ഹോളോ ട്രീയുടെ അടുത്ത് അയാൾ എത്തിച്ചേർന്നു. അതിനു മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവിടുള്ള ജീവന്റെ നാഡിയായ ആ ഫംഗസ് ഈ മരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നാണ് ബാരൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അതിനെ അയാൾ ആരാധിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മരത്തിലെ ഹോളിൽ നിന്നും അയാൾ ചെറിയൊരു മഷ്റൂം പറിച്ചെടുത്തു. അത് സ്റ്റെഫാന് കഴിക്കാൻ കൊടുത്തു. അത് കഴിച്ചാൽ സ്റ്റെഫാൻ ഫോണിലെ കാര്യങ്ങൾ അത്രയും മറന്നു പോകുമായിരുന്നു. തിരികെ എത്തിക്കഴിഞ്ഞ് ഗാബിയെ സിറ്റിയിലേക്ക് മടക്കി അയക്കാൻ വേണ്ട കാര്യങ്ങൾ ബാരൻ ചെയ്യാൻ തുടങ്ങി. അവൾക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്തു. ഗാബി പുറപ്പെടാനിറങ്ങിയപ്പോ സ്റ്റെഫാൻ അതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. ഗാബിയോട് പോകരുതെന്ന് സ്റ്റെഫാൻ പറഞ്ഞു. പോയാലും താൻ തിരികെ വരും എന്നായിരുന്നു ഗാബിയുടെ മറുപടി. അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ബാരനടുക്കൽ അവൾ ചോദിച്ചു, ഈ കാട്ടിൽ ഫംഗസ് ഉള്ള ഈ മേഖലയിൽ നിങ്ങൾ ഇത്ര വർഷങ്ങളായില്ലേ താമസിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഇൻഫെക്റ്റഡ് ആവാത്തത് എന്താണ്? ബാരൻ പറഞ്ഞു. അതിനാര് പറഞ്ഞു ഞാനും സ്റ്റെഫാനും ഇൻഫെക്റ്റഡ് അല്ലെന്ന്? പക്ഷേ എങ്ങനെയാണ് അവർ അതിനെ പ്രതിരോധിക്കുന്നത് എന്ന് മാത്രം അയാൾ വ്യക്തമാക്കിയതേയില്ല. മുമ്പോട്ടുള്ള ആ യാത്രയിലാണ് ഫംഗസ് പിടിപെട്ട് ശരീരമാസകലം മഷ്റൂമും മറ്റും വളർന്നു നിൽക്കുന്ന വിൻസൻ മരണപ്പെട്ടിട്ടില്ല, ജീവനുണ്ട്. ഒരു സോംബിയായി വിൻസൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗാബിയാണെന്നത് തിരിച്ചറിഞ്ഞതും തന്നെ കൊല്ലാൻ വിൻസൻ ആവശ്യപ്പെട്ടു. ഗാബിക്ക് അവനെ സിറ്റിയിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. പക്ഷെ ബാരൻ അത് തടഞ്ഞു. ഈ ഫംഗൽ ഇവിടം വിട്ട് പുറത്തുപോയ വലിയ പകർച്ചവ്യാധിയാകുമെന്നും ലോകം തന്നെ അത് ഇല്ലാതാക്കും എന്നും അയാൾ പറഞ്ഞു. വിൻസ്റ്റനെ കൊല്ലുന്നതാണ് നല്ലത് എന്നും അയാൾ കൂട്ടിച്ചേർത്തിരുന്നു. വൈകാതെ വിൻസ്റ്റന്റെ ജീവൻ എടുക്കപ്പെട്ടു. പുറകെയാണ് അവിടെ നടന്ന ആ ശബ്ദത്തിൽ നിന്നും മറ്റു സോംബികൾ അങ്ങോട്ടേക്ക് ആക്രമിക്കാനെത്തുന്നു എന്ന സൂചന അവർക്ക് കിട്ടിയത്. അന്ന് സിറ്റിയിലേക്ക് മടങ്ങാനുള്ള ശ്രമം ഉപേക്ഷിച്ച് ബാരന്റെ സഹായത്തോടെ ഗാബി ആ പഴയ വീട്ടിലേക്ക് തന്നെ മടങ്ങി. അന്ന് രാത്രിയിൽ ഗാബി നെട്ടലോടെ ഒരു കാര്യം മനസ്സിലാക്കി. അവളുടെ ശരീരത്തിൽ ഫംഗസ് ബാധ ഏറ്റിരിക്കുന്നു. അത് അവളുടെ ശരീരത്തിൽ വളരാൻ തുടങ്ങുന്നു. ഭയന്നവൾ ബാരന്റെ അടുക്കൽ സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ ബാരൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ബാരൻ പുറത്തേക്ക് പോയി. അടുത്തുണ്ടായിരുന്ന സ്റ്റെഫാൻ അടുക്കൽ ഗാബി സഹായം ചോദിച്ചു. ഇതിന്റെ ചികിത്സ അറിയാമോ എന്ന് തിരക്കി. പക്ഷേ സ്റ്റെഫാൻ പറഞ്ഞു, ഇതിന് പൂർണ്ണമായ രോഗമുക്തിയൊന്നും കിട്ടില്ല. പക്ഷേ എന്തോ ഒന്ന് അച്ഛൻ അറിയാം. അച്ഛനാണെങ്കിൽ അത് മറ്റാർക്കും പറഞ്ഞും കൊടുത്തിട്ടില്ല. എനിക്കും അറിയില്ല. പക്ഷേ എന്നാലും തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ താൻ സഹായിക്കാമെന്ന് സ്റ്റെഫാൻ പറഞ്ഞു. തനിക്ക് ഗാബി എത്രമേൽ വലുതാണ് എന്നും അവൻ കൂട്ടിച്ചേർത്തു. ഗാബി അവനോട് അവന് തോന്നുന്ന ആ വികാരം
വികാരം പ്രണയമാണെന്നും സിറ്റിയിൽ ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന തരത്തിലും പറഞ്ഞു. പിന്നാലെ സിറ്റിയെപ്പറ്റി അവന് വിശദീകരിച്ചു കൊടുത്തു. ആ കാട് വിട്ട് അവൻ പുറം ലോകമൊക്കെ കാണണം എന്ന് ഗാബി ആഗ്രഹിച്ചിരുന്നു. കൂട്ടത്തിൽ തനിക്കും അവനോട് പ്രണയം വളരുന്നതായി ഗാബി തിരിച്ചറിഞ്ഞു. പക്ഷേ സ്റ്റെഫാന് പുറം ലോകത്തേക്ക് പോവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ജീവിതകാലം മുഴുവൻ അവൻ ആ കാട്ടിലാണല്ലോ വളർന്നത്. കാട് വിട്ടുള്ള ജീവിതം മോശവും അപകടവും ക്രൂരതകളും നിറഞ്ഞതാണ് എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. സ്റ്റെഫാൻ പറഞ്ഞു. രാത്രിയിൽ വളരെ വിചിത്രമായൊരു സ്വപ്നം ഗാബി കണ്ടു. കാടിനുള്ളിലെ വിചിത്രമായൊരു മരം അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ ഞെട്ടിയുണർന്നു. ശരീരം ആസകലം മഷ്റൂമുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. വൈകാതെ താനും വിൻസ്റ്റന്റെ വിധിയിലേക്ക് എത്തുമോ എന്നവൾ ഭയപ്പെട്ടു. അടുത്ത ദിവസം ബാരൻ സ്റ്റെഫാനെ കൂട്ടിക്കൊണ്ടുപോയി വിശുദ്ധമാക്കപ്പെട്ട ആ മഷ്റൂം കൊടുത്തു. അവനത് വായിലാക്കി. പക്ഷേ ഇറക്കിയില്ല. അതുമായി അവൻ നേരെ പോയത് ഗാബിയുടെ അടുത്തേക്കായിരുന്നു. അവനത് ഗാബിക്ക് കൊടുത്തു. ഗാബി അത് കഴിച്ചു. അത് കഴിച്ചാൽ ഇൻഫെക്ഷൻ സ്ലോ ആകും, അത് പടർന്നു പിടിക്കില്ല. അതങ്ങനെ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവർക്ക് ജീവിക്കാനും പറ്റും. പിന്നാലെ ബാരൻ എത്തി. ഗാബിയെ താൻ സിറ്റിയിലേക്ക് വിടാം എന്ന് പറഞ്ഞു. പക്ഷേ താൻ പോകുന്നില്ലെന്നും താൻ അവിടെ അവരോടൊപ്പം ജീവിച്ചോട്ടെ എന്നുമായിരുന്നു ഗാബി ചോദിച്ചത്. ബാരനതല്ല അത്ഭുതം തോന്നാതിരുന്നില്ല. താനും സ്റ്റെഫാനും തമ്മിൽ ഇപ്പോൾ അടുപ്പത്തിലാണെന്നും അവനെ വിട്ടു പോവാൻ മനസ്സില്ല എന്നുമായിരുന്നു അവൾ പറഞ്ഞത്. ബാരൻ അത് അനുവദിച്ചു. അടുത്ത ദിവസം മുതൽ സ്റ്റെഫാനും ഗാബിയും ഒന്നിച്ച് കാടിൽ അലഞ്ഞു തിരിയാൻ തുടങ്ങി. സ്റ്റെഫാൻ ഗാബിയെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു. ഒരു ദിവസം സ്റ്റെഫാൻ ഗാബിയെ തന്റെ അമ്മയെ അടക്കം ചെയ്തിരിക്കുന്ന ഇടം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അത് വളരെ വ്യത്യസ്തമായ വളരെ വലിയൊരു മരമായിരുന്നു. വളരെ അതിശയത്തോടെ സ്റ്റെഫാന്റെ അമ്മ മരണപ്പെട്ടിട്ടില്ല, മറ്റൊരു ജീവിവർഗമായി അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യം ഗാബി നോക്കിക്കണ്ടു. സ്റ്റെഫാന്റെ അമ്മയും ഒരു സോംബിയായി മാറിയിരുന്നു. അടുത്തുള്ള മരങ്ങളുമായി കൂടിച്ചേർന്ന് വലിയൊരു ജീവിയെ പോലെ സ്റ്റെഫാന്റെ അമ്മ മാറി. അതോടെ ബാരന്റെ കാര്യത്തിലും മറ്റും ഗാബിക്ക് സംശയം തോന്നാൻ തുടങ്ങി. വിൻസെന്റ് ക്യാമറയിൽ റെക്കോർഡായ ഫൂട്ടേജുകൾ ഉണ്ടാകും, അത് പരിശോധിക്കാം എന്ന് ഗാബി തീരുമാനിച്ചു. സ്റ്റെഫാന്റെ സഹായത്തോടെ അവൾ അത് പരിശോധിച്ചു. നോക്കുമ്പോ ആ ക്യാമറയിലെ ഫൂട്ടേജസിൽ ബാരന്റെ ദൃശ്യങ്ങൾ പെട്ടിട്ടുണ്ട്. അതിനർത്ഥം വിൻസെന്റ് ആ അവസ്ഥയ്ക്ക് പിന്നിൽ ബാരന് കൈയുണ്ടെന്നാണ്. ഗാബി അത് വിശ്വസിച്ചു. അപ്പോഴാണ് ബാരൻ വന്നത്. ബാരൻ പിന്നാലെ പറഞ്ഞു, വലിയൊരു ദുരന്തം വരാൻ പോകുന്നുണ്ട്, ലോകാവസാനം. ഇവിടുത്തെ ദൈവം എന്നെയും സ്റ്റെഫാനെയും സംരക്ഷിക്കും. നിങ്ങളുടെ ദൈവത്തെ എനിക്കും കാണാൻ പറ്റുമോ എന്നായി ഗാബിയുടെ ചോദ്യം. പറ്റുമെന്ന് പറഞ്ഞ ബാരൻ വളരെ വിചിത്രമായൊരു ഫംഗൽ പൗഡർ അവളുടെ മൂക്കിലൂടെ ഊതി. പെട്ടെന്ന് അവൾ അവിടെ കുഴഞ്ഞു വീണു. വ്യത്യസ്തമായൊരു സ്വപ്നം അവൾ കണ്ടു. ഉണരുമ്പോൾ അവളുള്ളത് വളരെ വലിയൊരു വൃക്ഷത്തിന്റെ അടുത്താണ്. അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷം. നീണ്ടുനേരം അവൾ ആ എടുത്തുപെട്ടിരുന്നു, സ്വപ്നം കണ്ടിരുന്നു. ഉണർന്നപ്പോ ബാരൻ അവളോട് പറഞ്ഞു, 15 മിനിറ്റ് ആയതേയുള്ളൂ. എന്തോ ഒരു ഹാലൂസിനേഷൻ സംഭവിക്കുന്ന പോലെ അവൾക്ക് കൃത്യമായി മനസ്സിലായി. അതോടെ കാര്യങ്ങളൊക്കെ കൂട്ടിവായിക്കാൻ അവൾ ശ്രമിച്ചു. ഒരുപക്ഷെ ബാരന്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം അയാളുടെ മാനസിക നില തെറ്റിയിരിക്കാം. പുറം ലോകത്തെ അയാൾ വെറുത്തിരിക്കാം. ആ ഫംഗസിന് അടിമപ്പെട്ട് അയാളുടെ ഭാര്യ അത്തരത്തിലായതിനു ശേഷം ആ ഫംഗസിനെ ദൈവമായി കണ്ട് അയാൾ ആരാധിക്കാൻ തുടങ്ങി. ഇപ്പോൾ പുറം ലോകത്തെ അയാൾ വെറുക്കുന്നു. അയാൾ ഒരു മാനസിക രോഗിയായി മാറിയിരിക്കുകയാണ്. അവിടെ ഇനിയും തുടർന്നാൽ ശരിയാവില്ല എന്ന് ഗാബിക്ക് തോന്നി. അടുത്ത ദിവസം ബാരനില്ലാത്ത സമയം നോക്കി സ്റ്റെഫാനെയും കൂട്ടി സിറ്റിയിലേക്ക് പോകാൻ ഗാബി തീരുമാനിച്ചു. പക്ഷേ പോകുന്ന വഴിക്ക് ബാരൻ അവരുടെ എതിരെ വന്നു. ഗാബി സ്റ്റെഫാനോട് പറഞ്ഞു, നിന്റെ അച്ഛൻ ഭ്രാന്തനായി മാറിയിരിക്കുകയാണ്, നമുക്ക് രക്ഷപ്പെട്ടു പോകാം. അച്ഛനെ ഉപേക്ഷിച്ച് നീ എന്റെ കൂടെ വാ. പക്ഷെ സ്റ്റെഫാൻ മടിച്ചു നിന്നു. ഒരു വശത്ത് അച്ഛനോടുള്ള ലോയൽറ്റി, മറുവശത്ത് ആ നഗരം കാണാനുള്ള ഉള്ളിലെ ആവേശം. എന്തു ചെയ്യണം? അവൻ കുഴങ്ങി നിന്നു. ഒടുവിൽ ലോയൽറ്റി ഏറ്റവും വലുതായി കരുതി അച്ഛന്റെ കൂടെ ആ കാടിൽ നിൽക്കാൻ സ്റ്റെഫാൻ തീരുമാനിച്ചു. ഗാബിക്ക് ദുഃഖം തോന്നി. എന്നാലും അവൾ മുമ്പോട്ടേക്ക് നടന്നു. മുമ്പിലേക്ക് നടക്കുന്തോറും ഗാബിയുടെ സംശയം കൂടി വന്നു. ബാരൻ ഭ്രാന്തനെ പോലാണ് പെരുമാറുന്നത്. അയാളുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉണ്ട്. സ്റ്റെഫാനെ അയാൾ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തേക്കും. ഗാബി അതുകൊണ്ട് തന്നെ തിരികെ ആ വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് പുലർച്ചെ ബാരനും സ്റ്റെഫാനും പുറത്തേക്കിറങ്ങിയ സമയം ഗാബി വീടിനുള്ളിൽ കയറി. അവിടെ നിന്ന് അമ്പും വില്ലും കൈവശപ്പെടുത്തി. പിന്നാലെ അവരെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടാൻ ഗാബി ഒരുങ്ങി. പോകുന്ന വഴിക്ക് ഫംഗസ് ബാധിച്ച ഒരു സോംബിയെ ഗാബി വഴിയിൽ വെച്ച് കണ്ടു. ഇതേ സമയം ബാരൻ ആകട്ടെ ദൈവമെന്ന് അയാൾ വിശ്വസിക്കുന്ന ആ മരത്തിന്റെ മുമ്പിൽ വെച്ച് സ്റ്റെഫാനെ ബലി കൊടുക്കാൻ പോവുകയായിരുന്നു. അങ്ങനെ ചെയ്താൽ ആ വലിയ വിപത്ത് വരില്ലെന്നും ലോകം സംരക്ഷിക്കപ്പെടും എന്നുമൊക്കെയാണ് അയാൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ബാരൻ ആയുധമുയർത്തിയതും ഗാബി അങ്ങോട്ടേക്ക് വന്നെത്തി. അമ്പെയ്തു. അവളുടെ ലക്ഷ്യം തെറ്റി. ബാരൻ തന്റെ ആയുധമെടുത്ത് ഗാബിക്കെതിരെ തിരിഞ്ഞു. സ്റ്റെഫാൻ അതിനിടയിൽ കയറി അവരെ തടയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ശബ്ദമൊക്കെ കേട്ട് സോംബികൾ അങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങിയിരുന്നു. ബാരനും ഗാബിയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടർന്നു. ഇതേ സമയം സ്റ്റെഫാൻ സോംബികളെ തടഞ്ഞു.
ഒടുവിൽ ഗ്യാബിയെ രക്ഷപ്പെടുത്താൻ സ്റ്റെഫാന് തന്നെ തന്റെ അച്ഛനെ കൊല്ലേണ്ടി വന്നു. പിന്നാലെ സ്റ്റെഫാനും ഗ്യാബിയും തിരികെ വീട്ടിലേക്ക് ഓടി വേഗം കുളിക്കാൻ ശ്രമിച്ചു. അവരുടെ ശരീരത്തിൽ ഒരുപാട് ഫംഗലായിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് അവർ കിടന്നുറങ്ങി. ബാരനിൽ നിന്നും മോചിതരായതിന്റെ സന്തോഷം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതധിക നാൾ നീണ്ടുനിന്നില്ല. ഗ്യാബിയുടെ ശരീരത്തിൽ വേഗത്തിൽ ഫംഗസ് വളർന്നു പിടിച്ചു. അവൾ സോംബിയായി മാറാൻ തുടങ്ങുകയായിരുന്നു. ഒടുവിൽ അവൾ തന്നെ കൊന്നേക്കാൻ സ്റ്റെഫാനോട് ആവശ്യപ്പെട്ടു. വേദനയോടെയാണെങ്കിലും അവളെ കൊന്ന് സ്റ്റെഫാൻ ആ കാട് വിട്ട് സിറ്റിയിലേക്ക് യാത്ര തിരിച്ചു. അവൻ ഭക്ഷണം കഴിക്കാൻ അവിടുത്തെ ഒരു റെസ്റ്റോറന്റിൽ കയറി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവൻ പുറത്തിറങ്ങി. അവൻ പുറത്തിറങ്ങുമ്പോ കഴിച്ച് ബാക്കി വെച്ച ഭക്ഷണത്തിൽ വേഗത്തിൽ ഫംഗസ് വളരുന്നുണ്ടായിരുന്നു. ലോകം ഒരു അപ്പോക്കാലിപ്സിനെ എതിരിടാൻ പോകുന്നു എന്ന സൂചനയോടെ രണ്ടാം ഭാഗത്തിനുള്ള തുടക്കമിട്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ഹൊറർ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.